പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഉത്തമ രത്നസിംഹാസനത്തിൽ രുമയെ ഗാഢാലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന കപീശ്വരൻ സുസ്ഥിര സത്വനും വിശാലയത നേത്രനുമായ സൗമിത്രിയെ കണ്ടു. പുരുഷകേസരിയായ ലക്ഷ്മണകുമാരൻ്റെ അമർഷാകുലമായ വദനത്തിലേക്ക് ഒന്ന് നോക്കുവാനേ വാനരേന്ദ്രന് സാധ്യമായുള്ളൂ. അപ്പോഴേക്കും ഹൃദയം വെന്തുരുകിത്തുടങ്ങി. ദശരഥ മഹാരാജപുത്രൻ്റെ ഉഗ്ര പൗരുഷചന്തിയെ അഗ്രജ ദുഃഖസ്മരണയിൽ ആളിക്കത്തി. ദീർഘനിശ്വാസാവസാനത്തിൽ ഒന്നു മുരണ്ടു. സർവാലങ്കൃതമായൊരു മഹേന്ദ്ര ധ്വജം പോലെ സുഗ്രീവൻ പ്രജ്ഞ വിട്ട് ചാടി എഴുന്നേറ്റു. രാജസദസ്സിലുള്ള എല്ലാ സ്ത്രീകളും ചക്രവർത്തിയുടെ ഒപ്പം എഴുന്നേറ്റു. നിർമ്മല ആകാശത്തിലെ താരകാവലി മധ്യത്തിൽ പ്രശോഭിക്കുന്ന ശശാങ്കനെ പോലെ സുഗ്രീവൻ വിളങ്ങി. അഞ്ജലി ബന്ധിച്ച് വിനയാന്വിതനായി മഹാകൽപ്പതരു പോലെ ലക്ഷ്മണ സമീപത്തിൽ ഹരീന്ദ്രൻ നിന്നു. രുമയൊന്നിച്ച് വനിതാമണികളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കിഷ്കിന്ധ അധിപനോട് അതികോപത്തോടെ ലക്ഷ്മണൻ, സുഗ്രീവ, ജിതേന്ദ്രിയനും കൃതജ്ഞനും സത്യഭാഷിയും അഭിജാത കുലജാതനും സാത്വികനുമായ രാജാവിനെ ഭൂമിയിൽ എല്ലാവരും കൊണ്ടാടും. അധർമാചാരിയായി വാക്കുതെറ്റിച്ച് സുഹൃത്തിന് അപകാരം ചെയ്യുന്നവൻ രാജരാജനാണെങ്കിലും അവനേക്കാൾ കൊടിയ ഘാതകൻ ആരാണുള്ളത്? കുതിര വിരണ്ട് പിണങ്ങിയാൽ 100 എണ്ണത്തെ കൊന്നേക്കും. മതിച്ച കാളയാണെങ്കിൽ 1000ത്തെയും നിഗ്രഹിച്ചേക്കും. പുരുഷൻ പുരുഷനോട് പിണങ്ങിയാൽ സ്വബന്ധുമിത്രാദികളോട് കൂടി തന്നെയും വധിക്കും. വാനരേശ്വര, ഉപകാരം ചെയ്ത ചങ്ങാതിക്ക് പ്രത്യുപകാരം ചെയ്യാത്തവൻ കൃതജ്ഞനാണ്. അവൻ ഏതു നിലയിലും ഏതൊരാൾക്കും ബന്ധ്യനുമാണ്. ഒരു കൃതജ്ഞനെ കണ്ട് ചൊടിച്ച് പിതാതാവ് ഏതൊരാൾ ബഹുമാനത്തോടെ സ്വീകരിക്കേണ്ട തത്വത്തെ അരുളി ചെയ്തത് കേൾക്കൂ. ബ്രഹ്മഹത്യാകാരനും സുരാപാനം ചെയ്തവനും സത്വ്രതങ്ങളെ ഭഞ്ജിച്ചവനും മഹാചോരനും കൂടി സജ്ജനങ്ങൾ പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്. എന്നാൽ കൃതജ്ഞന് മോചനമില്ല. ഹേ വാനര, അങ്ങ് വാക്ക് തെറ്റിച്ച അധവനാണ്, കൃതജ്ഞനുമാണ്. എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞതുപോലെ ചെയ്തില്ലല്ലോ. ഇക്ഷ്വാകു വംശത്തിലെ മണിവിളക്ക് എൻ്റെ അഗ്രജനായ ശ്രീരാമസ്വാമി ചെയ്ത കാര്യത്തിൽ കൃതാർത്ഥനായി വേണ്ടത് ഓർമ്മിച്ച് അങ്ങ് സീതാദേവിയെ അന്വേഷിക്കേണ്ടതല്ലേ? എന്നാൽ തുച്ഛമായ സുഖഭോഗങ്ങളിൽ ആസക്തനായ അങ്ങ് പ്രതിജ്ഞ പാഴാക്കി തവളയെപ്പോലെ ദയനീയമായി കരയുന്ന ഒരു ഉഗ്രസർപ്പമാണ് അങ്ങ് എന്ന് എൻ്റെ ജ്യേഷ്ഠൻ മനസ്സിലാക്കിയില്ല. കാരുണ്യവാരധിയായ ശ്രീരാമദേവൻ കപി സാമ്രാജ്യത്തെ മഹാപാപിയും ദുഷ്ടസ്വഭാവിയുമായ അങ്ങേക്ക് ദാനം ചെയ്തു. ഹേ സുഗ്രീവ, മഹാഭാഗനും മഹാത്മാവും അങ്ങയുടെ ആഗ്രഹം നിഷ്പ്രയാസം നിറവേറ്റിയവനുമായ ജ്യേഷ്ഠൻ ചെയ്തത് ഓർക്കാതിരുന്നാൽ രാമബാണം കൊണ്ട് ഹതനായ ബാലിയെ ദുഷ്ടനായ അങ്ങ് അതിവേഗത്തിൽ കാണുമെന്ന് ഓർമ്മിക്കണം. ബാലി പോയ മാർഗം അടഞ്ഞിട്ടില്ല. അഗ്രജനെ അനുഗമിക്കാതെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് യുക്തമായിട്ടുള്ളത്. രഘുവംശ നായകന്റെ കോദണ്ഡത്തിൽ നിന്ന് വരുന്ന വജ്രതുല്യ ശരം അങ്ങ് കണ്ടിട്ടില്ല. അതാണ് അവിടുത്തെ കാര്യങ്ങൾ മറന്ന് ഇങ്ങനെ സുഖാസക്തനായി അങ്ങേക്ക് ജീവിക്കാൻ തോന്നുന്നത്. ആളിക്കത്തുന്ന തേജസ് പോലെ നിൽക്കുന്ന സുമിത്രാനന്ദനോട് ശരൽക്കാല വാർത്തിങ്കൾ വദനയായ താര സവിനയം തുടർന്നു. പ്രഭോ, കുമാരലക്ഷ്മണ, ഇങ്ങനെ പറയരുതേ. അവിടുത്തെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ വീഴത്തക്ക തെറ്റ് സുഗ്രീവൻ ചെയ്തിട്ടില്ല. ഈ ഹരീശ്വരൻ കൃതജ്ഞനല്ല, ഷടനല്ല, ദുഷ്ടനല്ല, വെറും വാക്ക് പറയുന്നവനല്ല, വക്രതയുള്ളവനുമല്ല. ഹേ വീര, പരാക്രമിയായ സുഗ്രീവൻ ശ്രീരാമചന്ദ്രൻ്റെ അനന്യസാധ്യമായ ഉപകാരത്തെ മറന്നിട്ടില്ല. ദേവന്റെ കാരുണ്യത്താൽ മാത്രമാണ് ഇദ്ദേഹം സത്കീർത്തിയോടുകൂടി വാനരരാജ്യത്തെയും രുമയെയും എന്നെയും നേടിയത്. പരന്തപനായ കുമാര, ദുഃഖസാഗരത്തിൽ അനേകകാലം മുങ്ങിക്കിടന്ന കപീന്ദ്രന് അചിന്ത്യമായ മഹാസുഖം സിദ്ധിച്ചപ്പോൾ വിശ്വാമിത്ര ബ്രഹ്മർഷിയെപ്പോലെ അതിൽ മുഴുകി കാലം പോയത് അറിഞ്ഞില്ല. പ്രഭോ ലക്ഷ്മണ, കൃതാജിയിൽ മോഹിതനായ വിശ്വാമിത്രന് 10 വർഷങ്ങൾ പോയത് ഒരൊറ്റ ദിവസം പോലെയാണത്രേ. കാലം അറിയുന്നവരിൽ അദ്വിതീയനും ധാർമ്മിക നിരതനും അതിതേജസ്വിയുന്നവനുമായ ബ്രഹ്മർഷി കൗശികൻ പോലും ദിവസപ്പോക്ക് അറിഞ്ഞില്ലെങ്കിൽ സംസ്കാരശൂന്യരായ ഈ പ്രാകൃതന്മാരുടെ സ്ഥിതി പറയണമോ? ആകൃതിക്ക് അനുരൂപമായ സ്വഭാവം കൈക്കൊണ്ട് കാമസുഖങ്ങളിൽ മുഴുകി മനസ്സു മതിച്ച ഇവനിൽ ദയ തോന്നി ക്ഷമിക്കണേ. ഉണ്ണി ലക്ഷ്മണ, കോപത്തിന് അടിപ്പെട്ട് അജ്ഞാന അന്ധനെ പോലെ ആലോചിക്കാതെ ഇന്നതാണ് തീർപ്പ് എന്ന് പറയരുതേ. പുരുഷോത്തമ, അവിടുത്തെ പോലെ സത്വഗുണ ശ്രേഷ്ഠരായവർ ചിന്തിക്കാതെ ഒരിക്കലും ക്രോധാവിഷ്ടന്മാരാവില്ല. ധർമ്മമൂർത്തിയായ കുമാര, സുഗ്രീവനിൽ പ്രസാദിക്കണേ. അവിടുത്തെ നാവിൽ നിന്ന് വീണാൽ അതെന്തു തന്നെ ആയാലും നടന്നു കഴിഞ്ഞതായി തീർച്ചപ്പെടുത്താം. ക്രോധജന്യമായ ഈ വാശിയെ ഉപേക്ഷിച്ച് അരുളണേ. പ്രഭോ, രുമയെ, എന്നെ, അംഗദനെ, ധനധാന്യ സമൃദ്ധി
കപിരാജ്യ സാമ്രാജ്യത്തെയെല്ലാം ശ്രീരാമചന്ദ്ര പ്രീതിക്കായി ഈ സുഗ്രീവൻ നിസ്സംശയം ഉപേക്ഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത്യുഗ്രയുദ്ധത്തിൽ ദശകന്ധരനെ നിഗ്രഹിച്ച് ഈ സുഗ്രീവ കപി പുങ്കവൻ ചന്ദ്രസമീപത്തിൽ രോഹിണി നക്ഷത്രം എന്ന പോലെ ശ്രീരാമസവിധത്തിൽ സീതാദേവിയെ ആനയിക്കും. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.